പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4 വർഷ ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള അഡ്മിഷൻ നടപടികൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റും സെൽഫ് ഫിനാൻസിംഗ് കോളേജിലേക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള അഡ്മിഷൻ നടപടികളും സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷം ഒഴിവ് വരുന്ന സീറ്റുകൾ നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള അഡ്മിഷന് ഉണ്ടാവും. അത്ര കാര്യങ്ങൾ, വളരെ കുറച്ച് സീറ്റുകളെ ഓരോ കോളേജിൽ ഓരോ കോഴ്സിന് ഉണ്ടാവും. ചില കോഴ്സിനൊന്നും സീറ്റേ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ ഇനി ചാൻസ് ഉണ്ടാവും എന്നുള്ളത് ആദ്യം തന്നെ പറയുകയാണ്. സെക്കൻഡ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരുന്നു. അതിന് നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിനിൽ നിന്നും നിങ്ങൾക്ക് റാങ്ക് കിട്ടിയിട്ടുണ്ട്. ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ഇനി വരുന്ന കമ്മ്യൂണിറ്റി കോട്ടയിൽ ഒഴിവ് വരുന്ന സീറ്റുകൾ നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ ആ റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും. ഇത് പറയാനുള്ള കാരണം, ഈ ജൂലൈ 15 മുതൽ 18 വരെ എഡിറ്റിംഗ് സൗകര്യം വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്നു. അങ്ങനെ ജൂലൈ 15 മുതൽ 18 വരെ എഡിറ്റിംഗ് കൊടുത്ത സമയത്ത് മുൻപ് കമ്മ്യൂണിറ്റി കോട്ടയിൽ റിപ്പോർട്ട് ചെയ്യാത്ത, ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവരൊക്കെ ആ സമയത്ത് കമ്മ്യൂണിറ്റി കോട്ട വേണമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരുന്നു. ഈ സമയത്ത് ചോദിക്കുന്നത്, ഇപ്പോൾ സപ്ലിമെന്ററി അലോട്ട്മെന്റ് 1 പബ്ലിഷ് ചെയ്തപ്പോൾ എന്നാണ് കമ്മ്യൂണിറ്റി കോട്ടയുടെ റിപ്പോർട്ടിംഗ് എന്ന് ചോദിച്ചു. അന്നത്തെ റിപ്പോർട്ടിംഗ് കഴിഞ്ഞു, ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ്, അതിൽ നിന്ന് മാത്രമേ ഇനി കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അഡ്മിഷൻ ഉണ്ടായിരിക്കും. അല്ലാതെ ഇനി പുതുതായിട്ട് കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് ആരെയും ഉൾപ്പെടുത്തില്ല. നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒഴിവ് വരുന്ന സീറ്റുകളിലേക്ക് ആ അഡ്മിഷൻ ഉണ്ടാകും. അപ്പോൾ നിലവിൽ എങ്ങനെ ഒഴിവ് വരുമെന്ന് വിദ്യാർത്ഥികൾക്ക് ഒരു സംശയം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് വന്ന സമയത്ത് ഒട്ടേറെ വിദ്യാർത്ഥികൾ, കമ്മ്യൂണിറ്റി കോട്ടയിലുള്ള വിദ്യാർത്ഥികൾ സപ്ലിമെന്ററി അലോട്ട്മെന്റ് 1 ഉൾപ്പെട്ടിട്ട് മെറിറ്റ് സീറ്റിലേക്ക് മാറിയിട്ടുണ്ട്. കമ്മ്യൂണിറ്റി കോട്ടയിൽ നിന്നും മെറിറ്റ് സീറ്റിലേക്ക്, ചിലപ്പോൾ സെയിം കോളേജിൽ തന്നെ സെയിം കോഴ്സിന് തന്നെ അങ്ങനെയൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി കോട്ടയിലെ വിദ്യാർത്ഥികൾ മെറിറ്റിലേക്ക് മാറുമ്പോൾ ഒഴിവ് വരുന്ന സീറ്റ് ഉണ്ട്. ഓക്കെ, കമ്മ്യൂണിറ്റി കോട്ടയിൽ ഒഴിവ് വരുന്ന സീറ്റ്, ഈ കുട്ടി ഒരു കമ്മ്യൂണിറ്റി കോട്ടയിൽ കയറിയ കുട്ടി ഇതിലേക്ക് മാറുമ്പോൾ ഒഴിവ് വരും. ആ കുട്ടി എന്ത് ചെയ്യും, ആ കുട്ടി ഒഴിവാകുന്ന സീറ്റിലേക്ക് കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികളൊക്കെ മറ്റു പല മേഖല, നീറ്റ്, കീമ് പോലുള്ള മേഖലയിലേക്കൊക്കെ അഡ്മിഷന് പോകും. ചിലപ്പോൾ യൂണിവേഴ്സിറ്റി മാറിപ്പോയവരുണ്ടാവും, ചിലവർ നിർത്തിയവരുണ്ടാവും. ഇതൊക്കെ ഫില്ല് ചെയ്യുന്നതിന് ഈ കമ്മ്യൂണിറ്റി കോട്ടയിൽ നിലവിൽ സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം പബ്ലിഷ് ചെയ്ത റാങ്ക് ലിസ്റ്റിൽ നിന്ന് മാത്രമേ അഡ്മിഷൻ നടക്കുകയുള്ളൂ. അത് എന്നാണോ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് അതിൻ്റെ തലേ ദിവസം ഒഴിവ് വരുന്ന സീറ്റിലേക്ക് വരെ അതിൽ നിന്ന് അഡ്മിഷൻ നടക്കും. അഡ്മിഷൻ എന്നാ ക്ലോസ് ചെയ്യുന്നത്? ഓഗസ്റ്റ് 24. അപ്പോൾ ഓഗസ്റ്റ് 24 വരെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഓരോ കോളേജിൽ എത്ര സീറ്റ് വേക്കൻ്റ് ഉണ്ട് എന്നൊന്നും നമുക്കറിയാൻ കഴിയില്ല. അതാത് കോളേജുകളാണ് ഈ അഡ്മിഷൻ നടപടികൾ നടത്തുക. അങ്ങനെ അഡ്മിഷൻ നടപടികൾ നടത്തിയിട്ട് അതിൻ്റെ റിപ്പോർട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് കൈമാറുന്ന കാര്യങ്ങളാണ് ചെയ്യുക. അല്ലാതെ യൂണിവേഴ്സിറ്റി അലോട്ട്മെൻറ്റിലല്ല കമ്മ്യൂണിറ്റി കോട്ട എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത്ര കാര്യങ്ങളാണ് ഇതിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.